ശ്രീ ജയശങ്കർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട് നമുക്കങ്ങനെ പരിചിതമല്ലാത്ത തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. മറ്റ് രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഗവർണറും ഒരു വിദ്യാർത്ഥി സംഘടനയും ഇങ്ങനെ നേർക്കുനേർ വരുന്നത് അപൂർവമാണ്. ഇന്നും അതിന് തന്നെയാണ് സാധ്യത. അങ്ങ് എങ്ങനെ ഇതിനെ കാണുന്നു? ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണോ? ഗവർണറുടെയും SFIയുടെയും നിലപാടുകൾ ശരിയായ വഴിയിലാണോ? ഒരു കാരണവശാലും അല്ല. ഇവിടെ SFIയെ മുൻനിർത്തിയിട്ട് കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് ഈ സമരം നടത്തുന്നതെന്ന് ആലോചിച്ചാൽ അതിൽ യാതൊരു യുക്തിഭംഗവുമില്ല. യഥാർത്ഥത്തിൽ SFI എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി സംഘടനയെ മുൻനിർത്തി കേരള മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഗവർണർക്കെതിരായിട്ട് ഈ യുദ്ധം നടത്തുന്നത്. ഇത് ഒളിയുദ്ധമാണ്. മുഖ്യമന്ത്രി ആണത്തമായിട്ട് വന്ന് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടുക, ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ തല്ലി തീർക്കുക എന്ന് നമുക്ക് ആർക്കും ഒരു വിരോധമില്ല. അതിന് ഈ എട്ടുമുട്ടും ചെയ്യാത്ത പിള്ളേരെ മുൻനിർത്തിയിട്ട് ഈ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടി ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് രാഷ്ട്രീയം എന്നതിനേക്കാൾ കൂടുതലായിട്ട് വ്യക്തിപരമോ അല്ലെങ്കിൽ മൂപ്പളമ തർക്കം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു തർക്കമാണ്. ഇത് കുറച്ചധികം കാലമായി തുടങ്ങിയിട്ട് സർവകലാശാലകളെ ഒരു കരുവാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഏറ്റുമുട്ടലിന് വേദിയാക്കി മാറ്റി എന്ന് മാത്രം. CH മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ചാൻസലറും മുഖ്യമന്ത്രിയും തമ്മിൽ വിദ്യാർത്ഥി സംഘടനയെ മുൻനിർത്തി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല.